നമുക്ക് AC6C ഒന്ന് നോക്കിയാം. ഈ AC6C എന്ന് പറഞ്ഞ ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന ഒന്നാമത്തെ അധ്യായത്തിലെ 6ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 3ാമത്തെ നിതാന്ത നിഷ്ഠയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, ഇത് നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നതാണ്, ഈ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. കാരണം ഹോസ്പിറ്റലിന് അധികം ലാഭക്കൊതിയൊന്നും കൂടണ്ട, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ പിശുക്കത്തരമൊന്നും കാണിക്കണ്ട. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്കോപ്പ് അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നതിന് ഫിസിക്കലായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ പോരാ, ആവശ്യത്തിനുള്ള എക്വിപ്മെൻറ്റ് വെച്ചാൽ പോരാ, ആവശ്യത്തിനുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് AAC6C പറയുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിലുള്ള 9 ഒബ്ജക്റ്റീവ് എലമെൻറ്റും ഒരു അച്ചീവ്മെൻറ്റും അടങ്ങുന്നതിൽ 3ാമത്തെ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ റിസൾട്ട് ഡിലേ ആകാതിരിക്കാനായിട്ട് ആവശ്യത്തിന് സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്യണം. അത് റിസൾട്ട് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ കഴിവുള്ള എംപ്ലോയീസ് വേണം, പ്രൊഫഷണൽസ് വേണം. കാരണം ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമ്മുടെ ലബോറട്ടറിയിൽ നമുക്ക് എത്രമാത്രം സർവീസ് വർക്ക് ലോഡുണ്ടോ ആ വർക്ക് ലോഡിന് ആനുപാതികമായ എംപ്ലോയി സ്ട്രെങ്ത് ഉണ്ടാവണം. അത് എല്ലാ ഷിഫ്റ്റിലും അങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയണം. എമർജൻസി കേസസിൽ ഓൺ കോൾ വരാനുള്ള സഫിഷ്യൻ്റ് എംപ്ലോയീസും ഉണ്ടാവണം. അപ്പോൾ അതിൽ തന്നെ ആ ഡിലേ വരാതിരിക്കാൻ കീപ്പ് ചെയ്യാൻ മാൻ പവർ ഉപയോഗിക്കുന്നത് പോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുണ്ടാവണം. ക്ലിയർ? AAC6C എന്ന് പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് ഈസ് അഡക്വറ്റ് ടു പ്രൊവൈഡ് ദ ഡിഫൈൻഡ് സ്കോപ്പ് ഓഫ് സർവീസസ് ഇൻ അവർ ഹോസ്പിറ്റൽ എന്നതാണ്. നമ്മളുടെ എണ്ണം കൂട്ടണമെന്ന് നമ്മുടെ മാനേജ്മെൻറ്റിനോട് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്.